അതാ എന്തെടുക്കുക? ഞാൻ കിടക്കാൻ നോക്കുന്നു. കിടക്കണോ? ഇല്ല ഇല്ല, ഞാൻ കിടന്നില്ല. നമുക്കിവിടെ കിടക്കേണ്ട സമയമായില്ല. അങ്ങനെ ഫുഡ് കഴിച്ചു. എന്തെല്ലാം കഴിച്ചു? താൻ കഴിച്ച? കഴിച്ചു. എങ്ങനെ റേഞ്ച് ക്ലിയർ ആകുന്നില്ല? ക്ലിയർ ആവുന്നില്ല? ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. കുഴപ്പമില്ല, പറ. എന്നിട്ട് താൻ ഫുഡ് കഴിച്ചു? കഴിച്ചു. പിന്നെ പിന്നെ പുറത്ത് എങ്ങനെ പോകട്ടെ. പുറത്തു പോവാനോ? എങ്ങനെ പുറത്തു പോവാ? എങ്ങനെ? അറിയില്ലേ? അറിയില്ലേ? ഹലോ ഹലോ. റേഞ്ച് ഇല്ല, ആ കേൾക്കുന്നില്ല. ഇപ്പൊ റേഞ്ച് വന്നു. ആ പുറത്ത് പോകട്ടെ നാളാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അത്യാവശ്യമൊന്നുമില്ല, മറ്റേ നാളെ പോരാ. അതെന്താ പെട്ടെന്ന്? ഒന്നും പറഞ്ഞില്ലല്ലോ ഇന്നലെയൊന്നും. എന്തോ പെട്ടെന്നൊരു പോണെന്നൊരു തോന്നല്. എന്താ പയ്യൻ വിളിച്ച? ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്കെന്തോ ഇനിയും പോണെന്നൊരു തോന്നല്. നീ ആ പയ്യനെ വിളിച്ച? പിന്നെ ഇല്ല, വിളിച്ചിട്ടില്ല. അന്നൊരു മെസ്സേജ് അയച്ചില്ല, അത്രേ ഉള്ളൂ. പിന്നെ അയച്ചിട്ടില്ല. എന്താ വെറുതെ പോണതാ അല്ലേ? വെറുതെ അല്ല. ഏട്ടൻ പറ. അവിടെ സൗണ്ട് കേൾക്കുന്നത് ആരും വന്നിട്ടുണ്ടോ? അത് ഏച്ചി വന്നിട്ടുണ്ട്, ഏച്ചി നോക്കണു. ഓ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെല്ലെ സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ പറയണേ? ഉണ്ട്. അല്ല, അപ്പൊ നാളെ ഇവരെല്ലാം കാണൂലേ നീ പോകുന്നേ? ഇല്ല, ഏച്ചി രാവിലെ പോകും. അപ്പൊ നാളെ പോകണല്ലേ എനിക്ക്? ഞാൻ അന്ന് പറഞ്ഞ കാര്യം മറന്നു പോണ്ട കേട്ടോ. അല്ല, എൻജോയ്മെന്റ് എല്ലാം ഓക്കെ, അതിനപ്പുറം വേറൊന്നും എന്നെ മറന്നുകൊണ്ട് വേറൊന്നും വേണ്ട. ഇല്ല അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ഏട്ടൻ പറയണോട്ട്. അപ്പൊ പയ്യനോട് ചോദിക്കണ്ടേ? ശരിക്കും ഇപ്പൊ കണ്ടിട്ട് എത്രയായി നിങ്ങള്? ഒരാഴ്ചയല്ലേ ആവുന്നുള്ളൂ. അയാളോട് തന്നെ ചോദിക്കണേ, അന്ന് വന്ന അവരോട്. അവനോട് ഞാൻ ചോദിച്ചു, ഞാൻ മെസ്സേജ് അയക്കാം. അല്ല, നിന്റെ നമ്പർ ഉണ്ടല്ലോ, നീ മെസ്സേജ് അയച്ചോ. ഞാൻ അയക്കട്ടെ? പിന്നെന്താ? അന്ന് അയച്ചിന്, പിന്നെന്തോ പിന്നെ അയച്ചില്ല. അവൻ ജസ്റ്റ്, ഞാൻ ഒരു കാര്യം പറയാം, അവൻ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് കേട്ടോ. അവൻ എനിക്കുള്ള ഒരു ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് മാത്രം. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവും. നാളെ ഇപ്പോ അവിടുന്ന് എനിക്ക് ജസ്റ്റ് കോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. നാളെ എനിക്ക് കുറെ വർക്കുണ്ട്. നാളെ വിളിക്കൂല? നാളെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഞാൻ അഥവാ ടൈം കിട്ടിയാൽ ഞാൻ വിളിക്കും. സേഫ് ആയിരിക്കും. വേറെ ആളെ നോക്കണ്ടല്ലോ? നീ വേറെ ആളെ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വേണ്ട, തന്റെ ഇഷ്ടം. തനിക്ക് ഏതാ കംഫർട്ട് അതേപോലെ. നാളെ ഞാൻ അമ്മേന്റെ അടുത്ത് പറയേ, ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോകുന്നതെന്ന്. ഏട്ടൻ പറയണം വിളിച്ചാല്. ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചോടെ ഞാൻ അമ്മേനെ വിളിക്കും. ഞാൻ ഏച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. എവിടെ പോകാൻ പോകുന്ന പറയാ?
അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉറപ്പിച്ചാലേ പറയുള്ളൂ തിരിച്ച്. ആ എന്നോട് പറ, അപ്പോഴല്ലേ ഞാൻ അമ്മേനോട് എനിക്ക് പറയുമ്പോൾ അത് മാച്ചിങ് ആവുള്ളൂ. അല്ല ഞാൻ വേറെ നീ വേറെ ഇവിടെ പോകുന്നു പറഞ്ഞാൽ നീ പറയുന്നത് വേറെ ഇവിടെ പോകുന്നു പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരില്ലേ? എന്നാ പറയാ, ഫ്രണ്ടിൻ്റെ അടുത്ത് പോന്നെ പറഞ്ഞാലോ? ഏതെങ്കിലും കൂട്ടുകാരിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും പറ. ചേച്ചീൻ്റെ അടുത്ത് പോന്നെ പറയാം. അങ്ങനെ പോണോ? അല്ലെ പാർലറിൽ പോണോ? ചേട്ടനും അങ്ങനെ പറ. ആ അല്ലേ പാർലറിൽ പോണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ആ പറയാം. വണ്ടി എടുക്കുവോ അല്ലേ എങ്ങനെ? വണ്ടി എടുക്കും. ഓട്ടോ ഓടിച്ചു പോവോ? അല്ല, വണ്ടി എടുക്കും. ആ വണ്ടി. ഞാൻ പുള്ളി വരുന്നതിൻ്റെ എങ്ങനെയാന്ന് അടുത്ത് വണ്ടിയിലാണോ അല്ലെങ്കിൽ നീ പിക്ക് ചെയ്തോ? അല്ല, അവര് വണ്ടിയിലാണ് വരുന്നത് സാധാരണ. അവിടെ എത്തുന്നവരെ സെപ്പറേറ്റ് ആയിട്ടാ പോക്ക്. ഞാൻ വണ്ടിയിൽ, ആരും വണ്ടിയിൽ. ഞാൻ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയാം. എന്നാ പറഞ്ഞ നാളെ പകല് എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. മെസ്സേജ് ഇടാം, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഏട്ടൻ കിടക്കാനായാ? എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി തോന്നല്ലോ. അങ്ങനെ ചോദിച്ചാ ഇഷ്ടപ്പെടാണ്ടില്ല. എന്നെക്കാളും ഇഷ്ടം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാവരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. ഞാൻ തന്നെ തുടക്കം ഇട്ടത് ഞാൻ തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കരുത് കേട്ടോ. ഇല്ല, ഏട്ടന് ഇത്രയും സപ്പോർട്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ എന്തായാലും നശിപ്പിക്കില്ല. അവനാളെങ്ങനെയാ, സ്വഭാവം എങ്ങനെയാ? മറ്റേ ആ കാര്യത്തിലല്ല, അല്ലാണ്ട് നോർമലായിട്ട്? ഇല്ല, അങ്ങനെ അക്രാന്തോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു നോർമൽ, എന്നാൽ കുഴപ്പമില്ലാത്ത ഓക്കെയാണ്. ആൾ കുറച്ച് ഒരു ഡീസന്റ് പോലെ, കാണാനെല്ലാം ഡീസന്റ് പോലെ തന്നെ. അവൻ ചെറിയ പയ്യനാണോ അവൻ? ആ, അത്ര ചെറുപ്പൊന്നും 25 വയസ്സുണ്ട്. ആ ചെറുതന്നെ. നിന്നെക്കാളും വയസ്സ് കുറവല്ലേ? അതിന്റെ ചെറിയ തരിപ്പവൻ കാണിക്കും. ആയിരിക്കും. പിന്നെ ആഭരണങ്ങളൊന്നും ഇട്ടിട്ട് പോകാൻ നിൽക്കണ്ട കേട്ടോ. താലി അഴിച്ചു വെക്കാനും നിൽക്കണ്ട. അത് കഴുത്തുനിന്ന് അഴിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കണ്ട. ഇല്ല, അത് അയക്കാനില്ല. ഒന്നും ചോദിക്കാനില്ല. എങ്ങനെയുണ്ട് വർക്കെല്ലാം? വർക്കിന്റെ കാര്യമൊന്നും പറയില്ല, ഓർമ്മിപ്പിക്കല്ലേ. എന്റെ കണ്ണിന്റെ താഴെയല്ല ഇങ്ങനെ ബ്ലാക്ക് കളർ അടിക്കുന്നുണ്ട്. അവര് കത്തിരിക്ക വെച്ചിട്ട് കടന്നു നൈറ്റ്. അവനെ നോക്കണം, പാർലറിൽ വല്ലതും പോയി ബോഡി ഒട്ടാകുന്ന ശരിയാക്കാം. ജിമ്മിൽ പോക്കില്ലേ? ജിമ്മില് കുറച്ചായിട്ട് ലീവാ. ഞാൻ സുഖമില്ല. എന്താ പറ്റി? ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അങ്ങനെ പേടിക്കാൻ ഇതൊന്നുമില്ല. എന്നാ പറ്റി? ക്ഷീണം. അതിങ്ങനെ ഓവർലോഡ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഓവർലോഡിന്റെ ആയിരിക്കും. കൂളാവാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കൂളാവുന്നില്ല, താനും കൂളാവും. ജോലി ഇല്ലാത്ത സമയത്ത് പുറത്തൊന്നും പോകില്ല, കുറച്ചൊന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ. ആരുടെ കൂടെ പോണ്ടേ? എവിടെയെങ്കിലും വീക്കെൻഡില് കൂട്ടുകാരുടെ കൂടെ നല്ല ഫിഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകും. നമുക്ക് പിന്നെ ഇവിടെ മറ്റേ ഓഫ് റോഡ് വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ഡെസേർട്ട് ഡ്രൈവോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ചൂട് എന്നൊക്കെ പറഞ്ഞല്ലേ, ചൂട് എന്ന് പറഞ്ഞ റൂമിന്ന് പുറത്തിറങ്ങി മരിച്ചു. അജാതി ചൂടവിടെ.
നിന്നോട് വേറെ കുറച്ച് പേഴ്സണൽ കാര്യം പറയാനുണ്ട്. പക്ഷെ എന്താ? ഇന്നെന്തായാലും ഞാൻ പറയുന്നില്ല. നീ എന്തായാലും പോയിട്ടുള്ള വാ. പോയിട്ട് വന്നിട്ട് പറ. പറയാം. ഇല്ല, ഇന്നെന്തായാലും പറഞ്ഞ എന്തായാലും നാളെ പറയാം. നാളെ വിളിക്കാം എന്നാല്. ഓക്കെ. പിന്നെ അമ്മയെ പോറുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കട്ടെ. ആ, ഓക്കെ, ശരി. ശരി. ഓക്കെ.